ഓണച്ചിത്രങ്ങൾ ആശങ്കയിൽ. പുതിയ പ്രൊജക്ടുകളോട് നോ പറഞ്ഞ് നിർമ്മാതാക്കൾ. മലയാള സിനിമയെ പിടിച്ചുകുലുക്കിയ ഹേമ കമ്മിറ്റി വെളിപ്പെടുത്തലിന്റെ അനന്തരഫലങ്ങൾ സിനിമാ വ്യവസായത്തിന് തിരിച്ചടിയാകുന്നു. വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളും പിൻവലിച്ചിരുന്നു. ഇതിനു പിന്നാലെ പുതുതായി തുടങ്ങുന്ന ചില പ്രൊജക്ടുകളും അനിശ്ചിതത്വത്തിലായി. സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളും അകന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. സിനിമയോടുള്ള താല്പര്യത്താൽ പണം മുടക്കിയിരുന്ന പ്രവാസികളടക്കമുള്ളവർ പുതിയ വിവാദത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുന്നത്. 2023 160-ലേറെ ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത്. ഇതിൽ ഒട്ടുമിക്ക സിനിമകളോടും നിർമ്മാതാക്കൾ പുതിയ ആളുകളായിരുന്നു. വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം വലിയ ട്രെൻഡായി മാറിയിരുന്നു. നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈപ്പൊള്ളുകയും ചെയ്തു. 80കളിലും 90കളിലും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ നായകൻ അടുത്തിടെ സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാതാവ് പ്രവാസി മലയാളിയാണ്. ഈ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാനായിരുന്നു നീക്കം. എന്നാൽ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനം മാറ്റുകയായിരുന്നു. ഇനി സിനിമ നിർമ്മിക്കുകയെന്ന റിസ്ക് ഏറ്റെടുക്കില്ലെന്നായിരുന്നു സാംസ്കാരിക മേഖലയടക്കം നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രവാസി മലയാളി നിലപാട്. തിരിച്ചടിയായത് പുതുമുഖ സിനിമകൾക്ക്. നിർമ്മാതാക്കളുടെ പിന്മാറ്റം കൂടുതൽ ബാധിക്കുന്നത് ലോ ബജറ്റ് ചിത്രങ്ങളിലാണ്. പുതുമുഖങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളായി ഷൂട്ടിംഗ് തീയതി വരെ നിശ്ചയിച്ചിരുന്ന 3ഓളം സിനിമകൾ അനിശ്ചിതത്തിൽ നീട്ടിവെച്ചിട്ടുണ്ട്. പുതിയ ചിത്രങ്ങൾക്കായുള്ള ചർച്ചകളും മരവിച്ച അവസ്ഥയിലാണ്. പുതിയ വിവാദങ്ങൾ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നവർക്ക് വലിയ പ്രശ്നം സൃഷ്ടിച്ചില്ലെങ്കിലും പുതുമുഖങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് ഈ രംഗത്തുള്ളവർ പറയുന്നു.